1993 ലോസ് ഏഞ്ചൽസിലെ ഒരു സിനിമാ തിയേറ്ററിൽ വെളിച്ചമണയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രേക്ഷകർക്ക് അറിയില്ലായിരുന്നു തങ്ങൾ ചലച്ചിത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുകയാണെന്ന്. പോപ്കോണിന്റെ മണവും സീറ്റുകളിലെ കരച്ചിലും നിറഞ്ഞ ആ ഹാളിൽ അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ സിനിമ എന്ന കലയുടെ ഭാഷ തന്നെ മാറി മറിയാൻ പോകുകയായിരുന്നു. സ്റ്റീവൻ സ്പിൽബർഗിന്റെ ജുറാസിക് പാർക്ക് എന്ന സിനിമയിൽ ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചു നിന്നൊരു രംഗമുണ്ട്. അതൊരു ആക്ഷൻ രംഗമോ ഭയപ്പെടുത്തുന്ന നിമിഷമോ ആയിരുന്നില്ല, മറിച്ച് തികച്ചും ശാന്തമായിരുന്നൊരു ദൃശ്യമായിരുന്നു അത്. പാലിയന്റോളജിസ്റ്റായ ഡോക്ടർ അലൻ ഗ്രാന്റും കൂട്ടരും ഒരു ജീപ്പിന് പുറത്തിറങ്ങുന്നു. അവർക്ക് മുന്നിൽ വിരിഞ്ഞ ആ കാഴ്ച കണ്ട് അലൻ ഗ്രാന്റ് അത്ഭുതപ്പെട്ടു പോയി. തന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ അദ്ദേഹം കൂളിംഗ് ഗ്ലാസ് ഊരിമാറ്റി. താൻ ഇത്രയും കാലം മണ്ണടിഞ്ഞ എല്ലുകളായി മാത്രം പഠിച്ച ബ്രാക്കിയോസോറസ് ജീവനോടെ ശ്വസിച്ചുകൊണ്ട് അവർക്ക് മുന്നിൽ നിൽക്കുന്നു. സിനിമയിലെ കഥാപാത്രങ്ങൾ അനുഭവിച്ച അതേ അമ്പരപ്പ് തന്നെയായിരുന്നു തിയേറ്ററിലിരുന്ന പ്രേക്ഷകർക്കും. 1993 വരെ സിനിമാ പ്രേക്ഷകർ പലതരം രാക്ഷസന്മാരെയും അന്യഗ്രഹ ജീവികളെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കമ്പ്യൂട്ടർ നിർമ്മിത രൂപം ഇത്രത്തോളം സ്വാഭാവികമായി ഒരു ജീവിയായി തന്നെ വെള്ളിത്തിരയിലെത്തുന്നത് അതാദ്യമായിരുന്നു. ആ ദിനോസറിന്റെ ചർമ്മത്തിലെ ചുളിവുകളും അതിൻ്റെ ഓരോ ശ്വാസവും സൂര്യപ്രകാശം അതിൻ്റെ ശരീരത്തിൽ തട്ടുന്നതുമെല്ലാം അവിശ്വസനീയമായ കൃത്യതയോടെ സ്പിൽബർഗ് പകർത്തി. ജോൺ വില്യംസിന്റെ സംഗീതം ആ രംഗത്തിന് നൽകിയ പൂർണ്ണത വിവരിക്കാവുന്നതിലും വലുതാണ്. അത് അലറി വിളിക്കുന്ന സംഗീതമായിരുന്നില്ല, മറിച്ച് ആ നിമിഷത്തിന്റെ ഗാംഭീര്യം പ്രേക്ഷകരിലേക്ക് സാവധാനം പകർന്നു നൽകുന്ന ഒന്നായിരുന്നു. ഡോക്ടർ അലൻ ഗ്രാന്റും എല്ലിയും ആ ജീവിയെ കാണുമ്പോൾ പ്രകടിപ്പിച്ച അതേ വികാരം പ്രേക്ഷകരിൽ ഉളവാക്കാൻ സ്പിൽബർഗിന് കഴിഞ്ഞു. അവിടെ കഥാപാത്രങ്ങളും കാണികളും തമ്മിലുള്ള അകലം ഇല്ലാതായി. ഇരുവരും ഒരേ സമയം ആ അത്ഭുതം അനുഭവിച്ചറിഞ്ഞു. ഇന്നത്തെ കാലത്ത് വിഷ്വൽ ഇഫക്റ്റുകൾ എല്ലായിടത്തുമുണ്ട്, പക്ഷെ ജുറാസിക് പാർക്കിലെ ആ രംഗം ഇന്നും വേറിട്ടു നിൽക്കുന്നത് അതിലെ വികാരപരമായ സത്യസന്ധത കൊണ്ടാണ്. സ്പിൽബർഗ് ആ ദൃശ്യം ചിത്രീകരിച്ചത് മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ്. ദിനോസറുകളെ അദ്ദേഹം രാക്ഷസനായിട്ടല്ല, മറിച്ചൊരു കണ്ടെത്തലായിട്ടാണ് അവതരിപ്പിച്ചത്. അസാധ്യമായ ഒന്ന് തികച്ചും യാഥാർത്ഥ്യമായി തോന്നിക്കുന്ന നിമിഷമാണ് അത്ഭുതം. ആ അത്ഭുതമാണ് 1993 ലോസ് ഏഞ്ചൽസിലെ ആ തിയേറ്ററിലും ലോകമെമ്പാടുമുള്ള സിനിമാശാലകളിലും സംഭവിച്ചത്. സിനിമ നമുക്ക് വെറും ദൃശ്യങ്ങൾ മാത്രമല്ല നൽകുന്നത്, ചിലപ്പോൾ അത് അസാധാരണമായതിനെ വിശ്വസിക്കാനുള്ള ധൈര്യം കൂടിയാണ്. ആ വിശ്വസ്തത നേടിയെടുക്കുന്നതിലാണ് ഒരു സംവിധായകന്റെ വിജയം. ജുറാസിക് പാർക്ക് നൽകിയ ആ ഒരു വിശ്വാസമാണ് പിന്നീട് വന്ന ഭയാനകമായ രംഗങ്ങളെ പോലും പ്രേക്ഷകരിൽ പേടി ഉണ്ടാക്കാൻ സഹായിച്ചത്. കാരണം നിലനിൽക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്ന ഒന്നിനെ മാത്രമേ നമുക്ക് ഭയപ്പെടാൻ കഴിയൂ. പതിറ്റാണ്ടുകൾക്ക് ശേഷവും ആ ദൃശ്യം കാണുമ്പോൾ നമുക്ക് അതേ അത്ഭുതം തോന്നുന്നത് എന്തുകൊണ്ടാവാം? സാങ്കേതിക വിദ്യയേക്കാൾ ഉപരിയായി അസാധ്യമായ ഒന്നിനെ നേരിൽ കാണുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന അതേ നിഷ്കളങ്കമായ അമ്പരപ്പിനെ സ്പിൽബർഗ് കൃത്യമായി പിടിച്ചെടുത്തത് കൊണ്ടല്ലേ? സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുവാനും ഗെയിംസ് കളിച്ച് റിവാർഡ്സ് നേടുവാനുമായി ഫാൻബെൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നും നിങ്ങളോടൊപ്പം.